നമസ്കാരം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ തിരുത്തിയ കേന്ദ്ര സർക്കാർ നടപടി അതിപ്പോൾ വലിയ വിവാദത്തിലായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ CCTV ദൃശ്യങ്ങളുടെയും മറ്റു വീഡിയോ റെക്കോർഡുകളുടെയും ഒക്കെ തന്നെ പൊതുപരിശോധന തടയുന്നതാണ് കഴിഞ്ഞ ദിവസം വരുത്തിയ പുതിയ ഭേദഗതി. ഇതിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനവുമായിട്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നീക്കത്തെ നിയമപരമായി തന്നെ വെല്ലുവിളിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യതയെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിയമ മന്ത്രാലയമാണ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 1961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ 93-ാം വകുപ്പാണ് ഈ ഭേദഗതിക്ക് വിധേയമാക്കിയിരിക്കുന്നത്. ഇതോടെ വീഡിയോ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ റെക്കോർഡുകൾ പൊതുജനങ്ങൾക്കും പരിശോധിക്കാൻ കഴിയുന്ന രീതി അത് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് അനുമതി നൽകുന്ന വകുപ്പായിരുന്നു 93(2)A. എന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ നൽകാൻ കഴിയും എന്ന് വ്യക്തമാക്കിയിട്ടുള്ള രേഖകൾ അതുമാത്രം പൊതുപരിശോധനയ്ക്ക് വിധേയമാക്കാം എന്നാണ് ഈ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലുള്ള വിവിധ കേസുകളാണ് ഈ ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്യാനായിട്ട് സർക്കാരിനെ പ്രേരിപ്പിച്ചതെന്നാണ് നിയമ മന്ത്രാലയവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നത്. പുതിയ ഭേദഗതി അനുസരിച്ച് നാമനിർദ്ദേശക പത്രികകൾ, അതുപോലെ തന്നെ പോൾ ഏജന്റുമാരുടെ നിയമനങ്ങൾ, ഫലങ്ങൾ, ചട്ടങ്ങളിൽ പരാമർശിക്കുന്ന തെരഞ്ഞെടുപ്പ് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തുടങ്ങിയ രേഖകൾ മാത്രം പൊതുപരിശോധനയ്ക്ക് ലഭ്യമാകും. എന്നാൽ ഇലക്ട്രോണിക് രേഖകളെയെല്ലാം ഒഴിവാക്കിയാണ് നിയമത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കിടെ ശേഖരിക്കുന്ന വീഡിയോ തെളിവുകൾ ഉൾപ്പെടെയുള്ളവയിൽ പൊതുജന പരിശോധനയ്ക്ക് വിലക്ക് നൽകിക്കൊണ്ടാണ് ഈ ഭേദഗതിക്ക് ഇപ്പോൾ തിരികൊളുത്തിയിരിക്കുന്നത്. ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം നിയമ മന്ത്രാലയം വിജ്ഞാപനം ചെയ്ത മാറ്റം പുതിയ വിവാദമായിട്ട് മാറുകയും ചെയ്തിരിക്കുകയാണ്. ഈ പുതിയ ഭേദഗതി പ്രകാരം ഇതിൽ വളരെ വ്യക്തമായി പറയാത്ത രേഖകൾ അത് പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ ഇനി സാധിക്കുകയില്ല. നിയമത്തിലെ 92-ാം വകുപ്പ് പ്രകാരം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കടലാസുകൾ പൊതുജനങ്ങൾക്ക് നേരത്തെ മുതൽ പരിശോധിക്കാമായിരുന്നു. എന്നാൽ ഇതിലെ 2 ഉപവകുപ്പിൽ ചില രേഖകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചട്ടത്തിൽ എടുത്തു പറയാത്ത രേഖകൾ പരിശോധിക്കാൻ ആകില്ല എന്ന ഭേദഗതിയാണ് മന്ത്രാലയം ഇപ്പോൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നാമനിർദ്ദേശക പത്രിക, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാരെ നിയോഗിച്ചുള്ള കടലാസുകൾ, ബാലറ്റ് പേപ്പറുകൾ, തെരഞ്ഞെടുപ്പ് കണക്കുകൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം. ഭേദഗതി പ്രകാരം ചട്ടത്തിൽ പരാമർശിക്കാത്ത CCTV ദൃശ്യങ്ങൾ, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങൾ, മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള ചിത്രീകരണം തുടങ്ങിയവയിൽ ഇനി പരിശോധന സാധ്യമാക്കാൻ സാധിക്കില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ട മുഹമ്മദ് പ്രജായ് നൽകിയ ഹർജിയിൽ ഇവ ഹർജിക്കാരന് കൈമാറാൻ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് കമ്മീഷന്റെ ശുപാർശയിൽ നിയമ മന്ത്രാലയത്തിന്റെ തിടുക്കത്തിലുള്ള ഈ നീക്കവും. ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ നടപടിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം തന്നെ മന്ത്രാലയവും ന്യായീകരിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബൂത്തിലെത്തുന്ന വോട്ടർമാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വീഡിയോ ദൃശ്യങ്ങൾ നൽകാനാകില്ല എന്നാണ് വാദം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് അവ ദുരുപയോഗം ചെയ്യുമെന്നും കമ്മീഷൻ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥാനാർത്ഥികൾ ഇത് പരിശോധിക്കുന്നതിന് തടസ്സമില്ല എന്നും പൊതുജന പരിശോധന മാത്രമാണ് ഇതിലൂടെ നിയന്ത്രിക്കുന്നതെന്നും കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കി. CCTV, വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളിൽ പൊതുജന പരിശോധന ഒഴിവാക്കും വിധം ചട്ടത്തിൽ ഭേദഗതി വരുത്തിയ നിയമ നടപടി ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് രംഗത്തെത്തിയിട്ടുണ്ട്. കമ്മീഷന്റെ നടപടിക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന് പുതിയ ഉദാഹരണമാണിതെന്നും അതുപോലെ തന്നെ വിവാദ ചട്ടഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും രംഗത്ത് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവനവൻ്റെ താല്പര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് നിയമങ്ങളിലും ചട്ടങ്ങളിലുമൊക്കെ തന്നെ ഭേദഗതി വരുത്തി തങ്ങളുടേതായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കിയെടുക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും അതിനെ കുട പിടിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഒപ്പം കൂടുമ്പോൾ എന്തും ഈ രാജ്യത്ത് സംഭവിക്കാമെന്നാണ് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.